അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമ്മേളനം ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു സർവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കൂൾ അന്തരീക്ഷവും നമ്മുടെ ക്ലാസ് മുറിയും നമ്മുടെ ക്യാമ്പസും കോളേജ് ക്യാമ്പസുമൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അസ്വസ്ഥതകൾ എന്തൊക്കെയായിരിക്കും? ഇവിടുത്തെ ഓരോ അധ്യാപകനും തൻ്റെ വേദനകൾ ഒരു ഭാഗത്ത് അധ്യാപകൻ എന്ന അഭിമാനം ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനം നമ്മൾ പങ്കുവെക്കുമ്പോഴും പുതിയ സാഹചര്യങ്ങളിലെ ചില പ്രയാസങ്ങൾ ഒരുപക്ഷെ നമുക്ക് പങ്കുവെക്കാനുണ്ടാകും. ഒന്ന് പറയുകയാണെങ്കിൽ, നിരന്തരമായി നമ്മൾ കാണുന്ന അടിപിടികൾ, ഡിസിപ്ലിൻ എന്നത് ഒരു വലിയ പ്രതിസന്ധിയായി പലപ്പോഴും പല അധ്യാപകരും പങ്കുവെക്കാറുണ്ട്. ആൺപെൺ സൗഹൃദങ്ങൾ അത് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിലുള്ള അകലം വളരെ 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 കുറഞ്ഞ്, നോക്കി നിൽക്കുമ്പോൾ നാണം തോന്നുന്ന, കണ്ടു നിൽക്കുന്നവർക്ക് നാണം തോന്നുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ, ഒരു സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ് മുതൽ തന്നെ കുട്ടികളുടെ അത്തരം സമീപനങ്ങൾ നമ്മൾ കാണുകയാണ്. ലഹരിയുടെ വ്യാപനത്തെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നൽകുന്ന പരിശീലനങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളും എത്രയുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകർക്കും അറിയാം. എങ്ങനെയാണ് നമുക്ക് ഈ കുട്ടികളെ തിരുത്താൻ സാധിക്കുക? കുട്ടികളോട് അത്തരം ഒരു എഡിറ്റിങ്ങിൻ്റെ മനസ്സോടുകൂടി നമ്മൾ സമീപിക്കുമ്പോൾ കുട്ടികളുടെ ഒരു മനോഭാവം എന്താണ്? ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. ലഹരി വ്യാപിക്കുന്നു, അടിപിടികൾ, അച്ചടക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആൺപെൺ സൗഹൃദം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. അധ്യാപകരും സമൂഹവും മാതാപിതാക്കളും ഒക്കെ അവരൊന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ബാലാവകാശത്തെ സംബന്ധിച്ച്, കടമകൾക്കപ്പുറം അവകാശങ്ങളെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി? എങ്ങനെയാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത്? ഈ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? പലരും ചിന്തിക്കുന്നത് ഇത് കോവിഡാനന്തരമുണ്ടായ കുട്ടികളിലെ മാറ്റമാണ്, ഇത് ഫോൺ അഡിക്ഷനിലൂടെ ഉണ്ടായ കുട്ടികൾക്കുണ്ടായ മാറ്റമാണ്. കോവിഡിന് ഇതിലൊരു പങ്കുണ്ടാകാം, ഫോൺ അഡിക്ഷനും ഗെയിം അഡിക്ഷനും ഇതിലൊരു പങ്കുണ്ടാകാം. എന്നാൽ അതിലൊക്കെ അപ്പുറം കുട്ടികൾ പൊതുവിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്: മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ഒന്ന് തിരുത്താൻ ശ്രമിക്കുമ്പോൾ സദാചാര പോലീസ് ഇങ്ങോട്ട് വരണ്ട, സദാചാര ഗുണ്ടായിസം എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതില്ല. അഥവാ നമ്മൾ പുറത്ത് കാണുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾക്കപ്പുറം കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും നിയന്ത്രിക്കുന്ന ഒരു ഐഡിയോളജി, ഒരാശയം അവരറിയാതെ തന്നെ, നമ്മളൊന്നും അറിയാതെ അവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇത്തരം ചർച്ചകൾ ആരംഭിക്കുമ്പോൾ അധ്യാപക സമൂഹം എന്ന നിലക്ക് നമ്മൾ ഇത്തരം വിഷയങ്ങളുടെ ആശയ അടിത്തറയിലേക്ക്, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം എന്നതാണ് ഈ സെഷൻ്റെ ഒരു ആകത്തുക. എന്നാൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഉപരിപ്ലവമായി ഇത്തരം കാരണങ്ങൾ കണ്ടെത്തി നമ്മളൊരു സായുജ്യം അടയുന്ന അവസ്ഥയിലേക്ക് പോയാൽ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ നിഷാദ് മാഷ് പറഞ്ഞു വെച്ച ഒരു ഭാഗത്ത് നമ്മുടെ കുട്ടികളുടെ പൊതുവിലുള്ള സംസാര രീതി വല്ലാതെ മാറിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോയിലൂടെ കാണാം. മുടിക്ക് നല്ലോണം ഉണ്ടായിരുന്ന മുടി വെട്ടിയാൽ അഡ്മിഷൻ തരാനുള്ളതെന്ന് പറഞ്ഞു, അത് തന്നെ മുടി വെട്ടിയത്. ക്ലാസ്സിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് ആകെ സീനാക്കി. പിന്നെ എല്ലാ ടീച്ചർമാരും നന്നായി നിർബന്ധിച്ച് മുടിയട്ടെ, അങ്ങനെ മുടി. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ മുടിയുടെ പേര് വെച്ചിട്ട് തന്നെ അടിക്കുക, ഫോഴ്സിങ്, അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറത്താണ് ഈ മുടി വെട്ടേണ്ടി വന്നത്. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മുടി വളർത്തുന്നത്. ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ മുടി വെട്ടാൻ പറയണോണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോ എന്റെ തലയിൽ വളരുന്നതിന് അവർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാവും? മുടി വളർത്തുകൊണ്ട് ഞാൻ മോശമുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെട്ട് മുടി വളർത്തിയിട്ട് അത് വെട്ടാൻ പറഞ്ഞത് നല്ല വിഷമാണ്. വേറെ തമാശയായിട്ടും തോന്നിയാലും അത് നല്ലൊരു വിഷമം തന്നെയാണ്. എന്തിനാ ഈ മുടി വെട്ടിക്കണം? എന്താ ഇതുകൊണ്ട് നേട്ടം? ഇത്രയും ഒന്നും എൻ്റെ ഒക്കെ മുടി വെട്ടിയിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നു. ഓക്കെ,
പലപ്പോഴും വളരെ സ്വാഭാവികമായി നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒരു ഉദാഹരണമാണ് മുടിയുടെ വിഷയം. സ്കൂളിൽ കുട്ടികൾ മുടി വെട്ടുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമല്ലേ മാഷേ, അത് നിങ്ങൾ ഇടപെടേണ്ട വിഷയമുണ്ടോ? പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം വാദങ്ങൾക്ക് കിട്ടുന്ന ലൈക്കും ഫോളോവേഴ്സൊക്കെ വളരെ വ്യാപകമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആശയ അടിത്തറ എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് കേരളത്തിലൊരു പരിപ്രേക്ഷ്യത്തിൽ തുടങ്ങിയൊരു സംവിധാനമല്ല. ഇൻഡിവിജ്വലിസം എന്ന ഒരു തത്വമുണ്ട് ശാസ്ത്രലോകത്ത്, അല്ലെങ്കിൽ ഫിലോസഫിയിൽ നമ്മൾ പറയുന്ന വ്യക്തി കേന്ദ്രീകൃത പറയുന്ന ഒരു തത്വമുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു മനുഷ്യൻ വ്യക്തിയിലേക്ക് ചുരുങ്ങുക, സ്വാർത്ഥമായ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങുക. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടണമെന്ന് ചോദിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മക്കളിൽ ഒരാൾ MDMA എന്ന മാരകമായ ലഹരി പദാർത്ഥം, അവൻ്റെ ജീവിതമല്ലേ, അവൻ ഒറ്റയ്ക്കല്ലേ, അവൻ്റെ സ്വകാര്യതയല്ലേ എന്ന് പറഞ്ഞത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു അധ്യാപകനെ നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണോ അതിന് തടയിടുക, അതുപോലും തെറ്റല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം വാദഗതികളൊക്കെ. ശരിക്കും ഇപ്പോൾ ഈ തിന്മകളൊക്കെ മുൻപുണ്ടല്ലോ അല്ലേ? ഇപ്പം നിഷാദ് മാഷ് പറഞ്ഞ ഭൂരിപക്ഷ വിഷയങ്ങളും ഇന്നലെ ആരംഭിച്ചതല്ല. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ നിയമവൽക്കരിക്കുക അല്ലെങ്കിൽ ഇതിനെ മഹത്വവൽക്കരിക്കുക. ഒരു തെറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചു ചോദിക്കുക. ഈ ഒരു പെരിന്തൽമണ്ണയുടെ തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ ഒരു മനുഷ്യൻ പരസ്യമായി വന്ന് തെറി വിളിച്ച് പാട്ട് പാടിയപ്പോൾ അവിടെ അടക്കം നമ്മുടെ വിദ്യാർത്ഥികൾ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തപ്പം അങ്ങനെ പറഞ്ഞാൽ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം ആകത്തുക യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻഡിവിജ്വലിസം എന്ന ആശയം നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഈ തെറ്റുകളും ശരികളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തെറ്റുകളൊന്നും ഇനി പ്രശ്നമല്ല എന്ന വാദത്തിലേക്കാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഇത് കടന്നു വരുന്ന ചില മേഖലകളെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കടന്നു വരുന്ന മേഖലകൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഒരു താല്പര്യമാണ്, അത് നിങ്ങളാരും അതിൽ കൈവെക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് ഒരു ആശയ അടിത്തറ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ ആശയ അടിത്തറ എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് കടന്നു വരുന്നത് എന്നത് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു. So today we're announcing a federal lawsuit against Meta. Meta, of course, is the parent company of Instagram and Facebook, for knowingly harming the mental health of young social media users. In short, Meta intentionally designed its social media platform to be more addictive to kids and young people. This federal lawsuit and others across the country are the result of a multi-year bipartisan investigation by nearly every attorney general across the United States. Now, one thing I want to mention up front, it's important, is that Meta is claiming that many of their internal documents that we have sought through the process, including those showing that a news harming kids, should be kept confidential. And we are asking the court, of course, to make those documents public. ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും മദർ കമ്പനിയായിട്ടുള്ള മെറ്റ, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻറ്റൻഷനലി അവർ വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള പല ആശയങ്ങളും കടത്തി കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സ്വാഭാവികമായും കുട്ടികളെ എവിടെ നിന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടതുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ അധ്യാപകൻ്റെ കീഴിൽ നിന്നാണ് ഒരു കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ആ കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള ആപ്പുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെയാണ്. ഈ വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീനേജ് പ്രായത്തിലുള്ള അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകതയാണ് ഈഗോ സെൻട്രിസം നമ്മൾ പറയും. അതായത് എൻ്റെ ചുറ്റുമാണ് ഈ ലോകം കറങ്ങുന്നത്, ഞാനാണ് ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ് ആ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. സ്വാഭാവികമായും അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ടീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കുട്ടികൾ അവർ യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഈ തരത്തിലുള്ള കമ്പനികളുടെ പോളിസി മേക്കേഴ്സിൻ്റെ തീരുമാനങ്ങളിലൂടെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഈ കുട്ടിയുടെ മനസ്സ് സ്വാധീനിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ മീഡിയ സംവിധാനങ്ങളിലൂടെയാണ്. ഇനി ഇത് തിരുത്തേണ്ടത് ആരാണ്? എഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഇവിടെ മറ്റൊരു വഴിയിലേക്ക് കുട്ടികളെ നയിച്ചു കൊണ്ടുപോകേണ്ടത് അധ്യാപകനാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു സാഹചര്യത്തിൽ ഒരു അധ്യാപകന്റെ മനസ്സ് എന്താണ്? അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായി വളരെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു, അതിലൊരു പോസിറ്റീവായ തലമുണ്ട്. എന്നാൽ അതേസമയം കുട്ടികളിൽ നിന്ന് കാണുന്ന അതേ ട്രെൻഡുകൾ, അതേ പ്രവണതകൾ നമ്മൾ അധ്യാപകരിൽ നിന്ന് കാണാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയണ്ടായി, അദ്ദേഹത്തിന്റെ കോളേജിലെ ഒരു ഫംഗ്ഷനിൽ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും കാണുന്നതാണ് DJ ഡാൻസുകൾ. ആ DJ ഡാൻസിൽ അധ്യാപകർ മദ്യപിച്ചു വന്ന് ലഹരി ഉപയോഗിച്ചു വന്ന് കൂടെ ഡാൻസ് ചെയ്തു എന്നാണ്. ഇത് സാമാന്യവൽക്കരിക്കൽ എല്ലാ അധ്യാപകരെയും കുറിച്ചല്ല. അപ്പൊ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ, ഇത് റീൽസ് വേണം, ഷോർട്സ് വേണം.
ആളുകൾ അറിയണം, ലൈക്കുകൾ കിട്ടണം. കുട്ടികളോടൊപ്പം, കുട്ടികളെക്കാൾ മുൻപന്തിയിൽ ഇത്തരം തെറ്റായ പ്രവണതകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അധ്യാപക സമൂഹത്തെ നമ്മളിവിടെ കാണുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ആളുകൾ ചിന്തിക്കുന്നത് ഈ വക പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് റീൽസൊക്കെ ഇറങ്ങിയാൽ പിന്നെ അടുത്ത അക്കാഡമിക് വർഷം എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിലേക്ക് വരുമെന്ന ഒരു വളരെ തെറ്റായ ഒരു ചിന്തയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് അധ്യാപകരെ കണ്ടാൽ ഭയം നോടുന്ന, പേടിച്ചോടുന്ന വേറെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇവിടെ ഉണ്ടാകണമെന്നല്ല. സൗഹൃദം ഉണ്ടാകണം, കുട്ടിയെ മനഃശാസ്ത്രപരമായി സമീപിക്കണം. പക്ഷേ അധ്യാപകൻ തന്നെ ഇത്തരം പേക്കൂത്തുകളുടെ കൂടെ കൂടിയായാൽ പിന്നെ കുട്ടികളെ ആരാണ് തിരുത്തുക? ഈ കാര്യങ്ങളിൽ വളരെ ലൈവായി പങ്കെടുക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുട്ടിയെ തിരുത്താനുള്ള യോഗ്യതയില്ല, അതിന് സാധിക്കില്ല, അതിന് മനസ്സാക്ഷി അനുവദിക്കുക ഇല്ല എന്നുള്ളത് ഈ പ്രശ്നത്തെ കൂടുതൽ വലിയ ഒരു ഭീകരതയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാം. തീർച്ചയായും അധ്യാപനത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒരു കൃത്യമായ അതിർവരമ്പ് ഉണ്ടാവണം എന്നത് ഇവിടെ പറഞ്ഞു വെക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ആ അതിർവരമ്പിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ തിരുത്തൽ രീതികളിൽ പോലും ആ പ്രശ്നം കടന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ഒരു പ്രശ്നം കണ്ടുവരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയ, വളരെ നൈമിഷികമായ അതിൻ്റെ ഒരു വികാരത്തിന് പുറത്ത് തിരുത്തുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ അത്തരത്തിലല്ല യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൊരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനെ പറയാറുള്ളത് ഗ്ലാമറൈസേഷൻ, ഡീസെൻസിറ്റൈസേഷൻ, നോർമലൈസേഷൻ എന്നാണ്. പലപ്പോഴും അധ്യാപകരിലൂടെയും അതല്ലാതെയും ക്ലാസ്സിനുള്ളിലും ക്ലാസ്സിന് പുറത്തും കുട്ടികൾ കാണുന്ന കാഴ്ചകൾ വളരെ ഗ്ലാമർ ഉള്ളതാണ്. ആഘോഷത്തുരയിലുള്ള ഒരു ലോകത്തെ അവർ കാണുന്നു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ പറയും. മറ്റൊരു ലോകമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ കാണുന്ന ഇത്തരത്തിലുള്ള ആളുകൾ, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റികൾ, അവരുടെ ലോകം എന്ന് പറയുന്നത് വളരെ ഗ്ലാമർ ഉള്ളതാണ്. സ്വാഭാവികമായും അവരിൽ നിന്നും കടന്നു വരുന്ന ഓരോ തിന്മകളും കുട്ടികൾ എടുക്കുന്നത് ഡീസെൻസിറ്റൈസ് ആയിട്ടാണ്. അത് നിസ്സാരവൽക്കരിക്കപ്പെടുന്നു, അത് കുഴപ്പമില്ല എന്ന് കുട്ടികൾക്ക് തോന്നുന്നു. മൂന്നാമത്തെ തട്ട് അത് നോർമലൈസേഷനാണ്, അത് സ്വാഭാവികവൽക്കരിക്കപ്പെടുന്നു. ആ സ്വാഭാവികവൽക്കരണമാണ് ഇവിടെ നിഷാദ് സൂചിപ്പിച്ച പലപ്പോഴും ഇന്ന് നമ്മുടെ കോളേജ് ക്യാമ്പസിലും അല്ലെങ്കിൽ സ്കൂളുകളിലും അടക്കം കുട്ടികൾക്ക് ഫെയർവെൽ പാർട്ടി ഇല്ലാത്ത ഒരു വർഷാവസാനമില്ല. +2 കഴിഞ്ഞാൽ ഫെയർവെൽ പാർട്ടി എന്നത് മാറി ഇന്ന് LP സ്കൂൾ മുതൽ തന്നെ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിക്ക് ഇന്നൊരു അടച്ചിട്ട മുറിയിൽ ഡാൻസ് കളിച്ചാലേ അവൻ ആഘോഷമായി മാറുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലിസവുമായി ഇതിന് ചില കണക്ഷനുണ്ട്. ആ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ ഈ മുടിയിലും നമ്മുടെ കുട്ടികൾ ചെറിയ സ്വഭാവ വൈകല്യങ്ങളുമാണ് നമ്മൾ പിടിച്ചു തൂങ്ങുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ വലുതാവുമ്പോഴുള്ള ചില മാറ്റങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന 2 പെൺകുട്ടികൾ, അവർ ഇത്തരമൊരു ആശയവുമായി മുന്നോട്ട് പോയി അവർ എത്തിച്ചെന്നപ്പോൾ അവർ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്ക് ടു തട്ടടണം തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടില്ല. ഇറ്റ് സോൺലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത്. ഇറ്റ്സ് സോൺലി ഡിപ്പെൻഡ് ഓൺ അസ്. തട്ടണമെന്ന് തോന്നിയാൽ ഞാൻ തട്ടിടും, തട്ടിടണ്ടെന്ന് തോന്നിയാൽ ഞാൻ തട്ടപ്പെടില്ല. ഈ ഒരു ആശയത്തിലേക്ക് കുട്ടികൾ എത്തുന്നത് ഇത്തരം ചെറിയ ചെറിയ വാദങ്ങളിൽ നിന്നാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിൽ കാണുന്ന ചില ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൾച്ചർ, അതായത് എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും എന്തും ആഘോഷിക്കപ്പെടുക എന്നുള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ സ്കൂളുകളിലായാലും കോളേജുകളിലായി കഴിഞ്ഞാലും എന്തൊരു ആഘോഷത്തിനും അവിടെ ഒരു തുള്ളൽ നിർബന്ധമാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ DJ ഇട്ട് അല്ലേ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ തുള്ളുക എന്നുള്ളത്. അപ്പോൾ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ഒരു റിയാലിറ്റിയിൽ നിന്നുള്ളൊരു എസ്കേപ്പാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് തുള്ളുന്ന ഒരു വീഡിയോൻ്റെ ഓഡിയോ നമ്മളവിടെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നമ്മൾ കണ്ടു നോക്കിയേ, ഒരു സാത്താനിക് കൾച്ചറാണ് അവിടെ കാണാൻ കഴിയുക. എല്ലാവരും ഒരാളിങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തുള്ളുക, ബാക്കി എല്ലാവരും അതിനനുസരിച്ച് തുള്ളുക. ഈ നിലക്കുള്ള ഒരു കൾച്ചറിലേക്ക് പോയി. ഇനി അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ സംഭവിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു തരത്തിലുള്ള മറയുമില്ലാതെ ഒരുമിച്ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുമിച്ച് തുള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഒടിഞ്ഞു പൊളിഞ്ഞു പോവോ? അല്ലേ? അത് വലിയ ചോദ്യമാണ്. ഇവിടെ ആകാശം ഒടിഞ്ഞു പൊളിഞ്ഞു പോവോ? അല്ല, രണ്ടാളും ഒരുമിച്ചായി കഴിഞ്ഞാൽ എന്താ? അത് പുരോഗമനത്തിൻ്റെ കാലമല്ലേ, പുതിയ കാലമല്ലേ? അപ്പം അവിടെ നമ്മൾ ചോദിക്കുന്നത്, ഇവിടെ ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ അപ്പാടും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ല. അപ്പോൾ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്നുള്ളതല്ല ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം.
മറിച്ച് അത് അതിൻ്റെ അപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അതിൻ്റെ ദീർഘദൂരമായി അതെന്ത് പ്രശ്നം ഉണ്ടാക്കും, പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ചിന്ത എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ആ കാഴ്ചയിൽ തന്നെ അവന് ലൈംഗികമായിട്ടുള്ള ആസ്വാദനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ആൺകുട്ടിക്ക് അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടാകുന്നു എന്നവൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു മാൻകുട്ടി ഒരു സിംഹത്തിൻ്റെ മടിയിലേക്ക് കയറി ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? സിംഹത്തെ സംബന്ധിച്ചിടത്തോളം സിംഹത്തിനറിയാം ഇത് മാനാണ്, ഇതിനെ തിന്നണം എന്നുള്ളൊരു ബോധം അതിനുണ്ട്. പക്ഷെ മാനിന് അറിയില്ലല്ലോ. അപ്പോൾ ഈ നിലക്കാണ് ഈ ഒരു കാര്യം വർക്കുന്നത്. സൈക്കോളജിയാണ് ഇത്. സയൻറ്റിഫിക് അമേരിക്കൻ പോലെയുള്ള ജേണലുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിനൊക്കെ മാറ്റി നിർത്തി പുരോഗമനമല്ലേ, പുതിയ കാലമല്ലേ എന്നുള്ള നിലയ്ക്ക് എല്ലാം അങ്ങോട്ട് നോർമലൈസ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആഘോഷത്തിൻ്റെ ആവേശത്തിൻ്റെ ആ ഒരു മോഡിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകണം. അതിൻ്റെ പിന്നിലെ ഒരു ആശയ അടിത്തറയെക്കുറിച്ച് നമ്മൾ പറയണത്. അവിടെ നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പ്രസക്തമല്ല. നിങ്ങൾ നോക്കി, നമുക്കൊക്കെ വളരെ രസകരമായി തോന്നിയ ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരുന്ന ഒരു പ്രഭാഷകനുണ്ട്, VK സുരേഷ് പറയുന്ന ഒരു പ്രാസംഗികൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്നത്? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതൻ പാത, എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനി നിറമെടുത്ത് അണിയണ നെഞ്ചെ, കാട്ടു തോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? വഴിതെറ്റാനുമുണ്ട് അവകാശം, വഴിതെറ്റാനുമുണ്ട് അവകാശം. അഥവാ നിയമങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ധാർമ്മികത ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ഗുണദോഷിക്കാൻ വരണ്ട, ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നമായിട്ടല്ല, കുട്ടികളിൽ നിന്നാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ അതിനപ്പുറം ഇവിടെ ഈ സ്വതന്ത്രവാദം, നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ, മറ്റു മീഡിയകളിലൂടെ, ആക്ടിവിസത്തിലൂടെ, സിനിമയിലൂടെ, സീരിയലുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സു മലിനമാക്കി കഴിഞ്ഞിട്ടുള്ള സ്വതന്ത്രവാദ ചിന്ത ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ലക്ഷ്യബോധം എന്താ? ആസ്വാദനം. അടിച്ചു പൊളിക്കണം. നിഹിലിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിഹിലിസം. എനിക്ക് ധാർമ്മിക മൂല്യങ്ങളോ മതമൂല്യങ്ങളോ യാതൊരുവിധ ആ നിലക്കുള്ള നിയമങ്ങളുടെ ചുറ്റുവട്ടങ്ങളോ ഒന്നും എനിക്ക് പാടില്ല, ഞാനൊക്കെ അതിൻ്റെ അപ്പുറത്താണ്. യോളോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യു ഓൺലി ലിവ് വൺസ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഈ ചിന്തയാണ് നമ്മുടെ മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വതന്ത്രവാദം ഉയർത്തിവിടുന്ന ഈ ചിന്തയാണ് നമ്മുടെ മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ ആശയമാണ്. നോക്കൂ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് തെറ്റിൽ നിന്ന് തിരുത്താൻ സാധിക്കുക? MDMA ഉപയോഗിക്കുന്ന ഒരാൾ പറയാണ്, നീ ഇത് ഉപയോഗിച്ചതിൻ്റെ കരള് നശിച്ചു പോവും, നിന്റെ മരണത്തിലേക്കെത്തും, ശരീരത്തിന് വളരെ അപകടകരമായ രോഗങ്ങൾ ഉണ്ടാക്കും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ഉള്ളത് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മുടെ ലഹരി ഉപയോഗിക്കുന്ന, കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്ന, അടിപിടി കൂടുന്ന, സമൂഹത്തിന്റെ നിയമങ്ങളെയെല്ലാം ലംഘിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിരുത്താനുള്ള അതിൻ്റെ ആ വേലിയെ പൊളിച്ചു മാറ്റുന്ന കാഴ്ചപ്പാടാണ് യു ഓൺലി ലിവ് വൺസ്. ഇതാണ്, ഇതിൻ്റെ ഒരു അടിത്തറയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവിധ അധാർമിക പ്രവണതകളുടെയും ഒരു സംഗതി അത് മുളച്ചു പൊന്നി ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആശയത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ മക്കൾ ഉൾക്കൊണ്ടത് എന്നത് നമുക്ക് ഇപ്പോഴും അത്ഭുതമാണ് അല്ലേ? പലപ്പോഴും അധ്യാപകർ പോലും അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച, എങ്ങനെയാണ് എൻ്റെ കുട്ടി ഇത് പഠിച്ചത്, എവിടെ നിന്ന് ഇത് കിട്ടി അവന് എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിന് ഉത്തരം പലപ്പോഴും നമ്മുടെ ഒരു ഓൺലൈൻ ഉപയോഗത്തിലെ ഒരു വ്യത്യാസമാണ്. പലപ്പോഴും ഒരു അധ്യാപക ജനറേഷൻ കുട്ടികൾ കാണുന്ന കാഴ്ചകൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ അവർ ചർച്ച ചെയ്യുന്ന അവരുടെ ട്രെൻഡുകൾ നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും ഇത്തരം ആശയങ്ങൾ കൈമാറപ്പെടാറുള്ളത് നമ്മളെല്ലാം വളരെ ആദരവോടെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വളരെ ലോകവീക്ഷണമുണ്ട് എന്ന് കരുതുന്ന, സമൂഹത്തിൽ പൊതുവിൽ ഒരു നല്ല മുഖം കാണിക്കുന്ന പല ആളുകളും പലപ്പോഴും അവരുടെ വാദഗതികളായി ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് അതൊക്കെ നമ്മുടെ കുട്ടികൾ സ്വീകരിക്കുന്നത്. അതല്ലാതെ യഥാർത്ഥത്തിൽ ആ വ്യക്തി കേന്ദ്രീകൃതമായി കുട്ടികൾ അവരുടെ പിന്നാലെ പോവല്ല. പക്ഷേ ഇത്തരം ആളുകൾ 100 തവണ ഇതിങ്ങനെ പറയുമ്പോൾ പതിയെ നമ്മുടെ മക്കൾ അത് കേട്ടു തുടങ്ങും. നമുക്കെല്ലാം അറിയുന്ന ഒരു വ്യക്തി മതത്തെക്കുറിച്ചും മതത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാം.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവനെ സൃഷ്ടിക്കുക. ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ വിതർന്ന വിഷം എത്രയാണ്? മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ പേരിൽ. മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? പലപ്പോഴും ഇതാണ് ചോദ്യം. മതം എന്ന പൊട്ടത്തരം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അധ്യാപകരാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഉത്തരം പറയേണ്ടത് മതമായി മാറുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം ആളുകൾ പറയുന്ന വാദത്തിന്റെ ആകത്തുക ശാസ്ത്രം, പുരോഗമനം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത്. ഇതാണ് നമ്മുടെ മക്കളും അറിയാതെ പോലും പറയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതമൂല്യങ്ങൾ സംസാരിക്കുന്ന വേദിയിൽ ഇരിക്കാത്ത മക്കൾ പലപ്പോഴും ഇത്തരം DJ പാർട്ടികൾ പോയി ഇരിക്കുമ്പോൾ അത് പുരോഗമനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ചില തിരുത്തുകൾ നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ? യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മതവും മനസ്സിലായിട്ടില്ല, ശാസ്ത്രവും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, പിന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടെമ്പർ, ഒരു ശാസ്ത്രീയ മനോഭാവം അധ്യാപകർ കുട്ടികളിലേക്ക് കൊണ്ടുവരണം എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ശാസ്ത്രീയ മനോഭാവം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രം മനസ്സിലായാലാണല്ലോ ശാസ്ത്രീയ മനോഭാവം എന്താണെന്ന് മനസ്സിലാവുക. ശാസ്ത്രം യഥാർത്ഥത്തിൽ നമ്മളുടെ ഇവിടെയുള്ള ഭൗതിക പ്രക്രിയകളെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാനുള്ള ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ്. ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിമിതി ഉണ്ടാവും, അതിന് പരിധി ഉണ്ടാവും, അതിരുകൾ ഉണ്ടാവും. ശാസ്ത്രത്തിന് പഠിക്കാൻ കഴിയാത്ത മേഖലകളുണ്ടാവും. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഭൗതികമായ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഏറ്റവും നല്ല ടൂളാണ്. ആ അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് ഒരു അക്ഷരം ഉണ്ടാൻ സാധ്യമല്ല. ഇപ്പോൾ ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ദൈവം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. മാത്രമല്ല ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും ചെയ്യുക ഏതൊരു കാര്യത്തെയും ഭൗതികമായി എങ്ങനെ വിശദീകരിക്കാം എന്നുള്ളതാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു മഴ പെയ്യുക എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇവാപ്പറേഷനാണ്, കണ്ടൻസേഷനാണ്, അത് കഴിഞ്ഞ് പ്രസിപ്പിറ്റേഷനാണ്, ഇങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു തരും. അത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന മെക്കാനിസമാണ് അവിടെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന മെക്കാനിസമാണ് ശാസ്ത്രം അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ശാസ്ത്രത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ പിന്നെ വേറൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് സാധ്യമല്ല. അതിനെ അഡ്രസ്സ് ചെയ്യാൻ മതത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളിടത്താണ് ഈ ശാസ്ത്രീയ മനോഭാവം എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശാസ്ത്രമാത്രവാദത്തിൻ്റെ ആളുകളായി മാറുന്നത്. ശാസ്ത്രമാത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിയാൻ, നമ്മൾക്കൊരു അറിവിൻ്റെ പിന്നെ നോളജിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ശാസ്ത്രം മാത്രമാണ് എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമാത്രവാദം. അതൊരു കാരണവശാലും യഥാർത്ഥത്തിലുള്ള ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അവരാരും അംഗീകരിക്കുന്ന വിഷയമല്ല. പക്ഷേ അതാണ് ഇവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഈ രീതിയിലേക്ക് ശാസ്ത്രീയ മനോഭാവം പിന്നെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രമാത്രവാദം വിളമ്പാൻ നിൽക്കുന്നത്. അതേസമയം ഒരു പിന്നെ ധാർമ്മികത ഉള്ള ഇത് ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് ഈ ആശയം, ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ ആശയമല്ല, മതം എന്ന് പറയുന്നത് പിന്നെ അതും ശാസ്ത്രവും ഒരു കോൺഫ്ലിക്റ്റിൽ രണ്ട് ദിശയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയുക ഇത് രണ്ടും മനസ്സിലായ ആളുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഹിലാൽ, ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുപോകുന്നത് ശാസ്ത്രത്തിലേക്കല്ല, ശാസ്ത്രമാത്ര വാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ടെർമിനോളജിയൊക്കെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും കാണുന്നത്. ശാസ്ത്രവും മതവും ഒരേ ലൈനിൽ സഞ്ചരിക്കുന്ന സംഗതിയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റം എന്നത് പോസിറ്റീവാണ്, അത് മാറണം. അപ്പോഴാണ് മനുഷ്യൻ്റെ വൈജ്ഞാനിക തലം വളരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ശാസ്ത്രം മാത്രമാണ് എല്ലാം, മതങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴുള്ള ജെൻഡർ തിയറി. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ വളരെ വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമായൊരു സംഗതിയാണ് ജെൻഡർ തിയറിയും പിന്നെ ക്യൂർ തിയറിയും ഒക്കെ. ഇതിന് എന്ത് ശാസ്ത്ര അടിത്തറയാണുള്ളത്? ഏത് ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട സംഗതിയാണിത്? ജെൻഡർ തിയറി നമുക്കറിയാം, പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. ഏത് ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? പക്ഷേ നമ്മുടെ കേരളത്തിൽ ബാലുശ്ശേരി സ്കൂളിലെ യൂണിഫോം വിവാദവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്ന മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്?
ഹെട്രോനോർമറ്റിവിറ്റിയുടെ ഭാരം ഇല്ലാതായാലാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നാണ്. ഹെട്രോനോർമറ്റിവിറ്റിയുടെ ഭാരം ഇല്ലാതാകണം. ഹെട്രോനോർമറ്റിവിറ്റി എന്താ? നമ്മൾ ഇന്നിവിടെ കുടുംബമായി സ്ത്രീയും പുരുഷനുമായി ജീവിക്കുന്ന ആ ജീവിതക്രമം ഇല്ലാതാകണം. എന്നിട്ട് പകരം വരേണ്ടത് എന്താണ്? പകരം വരേണ്ടത് എന്താണ്? LGBTQIA+++ വരണം. എന്താണ് എൽ? ലെസ്ബിയനാണ്, സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതയാണ്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ലിവിങ് ടുഗദറാണ്. വിവാഹത്തിൽ എന്തായാലും ഒരു വിശ്വസിക്കുന്നില്ലല്ലോ. ജി എന്താണ്? ഗേ ആണ്, പുരുഷനും ലൈംഗികതയിൽ ഏർപ്പെട്ട് ജീവിക്കുക. ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്ഷൽ, അസെക്ഷൽ. പ്ലസ് എന്താ? പ്ലസ് കേരളത്തിൽ എവിടെ അധികം കണ്ടിട്ടില്ല. പ്ലസ് അധികം കേരളത്തിൽ അത് വിശദീകരിക്കുന്നത് കണ്ടിട്ടില്ല അധികം. അതിൽ വേറെ കുറെ സംഗതികളുണ്ട്. അതിൽ നെക്രോഫിലിയുണ്ട്. എന്താ? ശവത്തെ ഭോഗിക്കുക എന്നതുണ്ട്. അതിൽ പിഡോഫിലിയുണ്ട്. അതെന്താ? കുട്ടികളോട് ലൈംഗിക ആസക്തി തോന്നുക എന്നത്. മലയാളത്തിൽ ഇതിന്റെ പ്രചാരകർ അതൊക്കെ മനുഷ്യനുണ്ടാകുമെന്ന് പറയാൻ മടിയില്ലാതെ പറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇത് ഭയങ്കര ശാസ്ത്രമാണ്, പുതിയ കാലമാണ്, പുരോഗമനമാണ്, ഒരു മനുഷ്യൻ അങ്ങനെ തോന്നിയ എന്താ ചെയ്യാന്നൊക്കെ ഈ അടുത്ത് ഒരു ചാനൽ ക്യാമ്പസുകളിലൂടെ നടന്ന് കുട്ടികളെ ഈ നിലക്കുള്ള ആശയങ്ങളിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ, വ്യാപകമായ ഒരു സീരീസ് ആണത്. അപ്പോൾ ഇതിൽ ചില കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യാ? ഒരാളുടേത് ഗേ ആണെങ്കിൽ അയാളെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നാണ്, അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നാണ്. നിങ്ങൾ നോക്കൂ, മാരകമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലൈംഗിക സംസ്കാരമാണിത്. എന്നാൽ ഇത് ഏതെങ്കിലും ശാസ്ത്ര പഠനത്തിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു എന്നല്ല, ഇതൊരു ആക്ടിവിസമാണ്. ആ ആക്ടിവിസം ഭരണകൂടങ്ങളെയും നിയമ സംവിധാനങ്ങളെയും എല്ലാം അടക്കി ഭരിച്ച് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കേരളീയ സമൂഹവും എത്തി, നമ്മുടെ പാഠ്യപദ്ധതി എത്തി. നിങ്ങൾ നോക്കൂ, ഞാനൊരു വാചകം വായിക്കാം. ഒരു വാചകം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്തറിയോ? ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല, സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ആണും പെണ്ണും ഉണ്ടാകുന്നത് ജന്മനാ അവരുടെ പുരുഷന്റെ ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആ കുട്ടി പുരുഷനും, സ്ത്രീയുടെ ലിംഗത്തോടു കൂടി ജനിക്കുന്ന കുട്ടി സ്ത്രീയും എന്നതാണ് സ്ത്രീ പുരുഷൻ ജെൻഡർ. എന്നാൽ അതല്ല, അത് ഒരു മനുഷ്യന് സ്വമേധയാ അയാൾക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു പുരുഷനായി ജനിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് തോന്നുമ്പോൾ സ്ത്രീ ആവണം എന്ന ഒരു രീതിയാണ് ഉണ്ടാകേണ്ടത്. അതിനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൃഗാണെന്ന് തോന്നിയാൽ അയാൾക്ക് മൃഗവുമാകാം. അതല്ല, ഞാനൊരു ഏലിയനാണ്, അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നി അന്യഗ്രഹ ജീവിയായിട്ടും ജീവിക്കാം എന്ന് പറയുന്ന ഈ ജെൻഡർ തിയറിയിലെ ഈ വാചകങ്ങൾ എവിടെ നിന്നറിയോ? ഇപ്പോൾ സ്കൂളുകളിൽ പുതിയ വർഷം മാറി വന്ന 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ വാചകമാണിത്. പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്തൊക്കെയായിരുന്നു? ജനകീയ ചർച്ചയുണ്ടായി. സ്കൂളുകളിലെല്ലാം രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു, ചാനലുകളിൽ ചർച്ച ചെയ്തു, നിയമസഭ ചർച്ച ചെയ്തു. പക്ഷെ അതിലേക്ക് പോകുകയില്ല എന്നതിനെ മറികടന്നിതാ പാഠപുസ്തകത്തിനകത്ത് അപകടകരമായ ജെൻഡർ തിയറി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഞാൻ വേറെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾക്കൊരു ഇമേജും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് സമദർശൻ എന്ന് പറയുന്ന NSS ക്യാമ്പിലേക്ക് കൊടുക്കുന്ന പ്ലാനാണ്. ഹയർ സെക്കൻഡറിയിലെ NSS ക്യാമ്പുകളിലേക്ക് കൊടുക്കുന്ന പ്ലാനാണ്. അതിൻ്റെ മുഖചിത്രം ആ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണിത്. LGBTQ എന്നാണ് അതിൻ്റെ ഇമേജ് തന്നെ കൂടെ കൊടുത്തിട്ടുള്ളത്. അഥവാ ഒരു വലിയ ലൈംഗിക അരാജകത്വത്തിലേക്ക് കുട്ടികളെ തള്ളിവിടാൻ സോഷ്യൽ മീഡിയ പറഞ്ഞു, മീഡിയകൾ പറഞ്ഞു, ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെയുള്ള പലതരത്തിലുള്ള വ്ളോഗർമാരെ കുറിച്ച് പറഞ്ഞു, യൂട്യൂബർമാരെ കുറിച്ച് പറഞ്ഞു. അതിനപ്പുറം ചില ഔദ്യോഗിക അക്കാഡമിക സംവിധാനങ്ങളിലേക്കൂടെയും ഇത് കടന്നു വരുന്ന അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ നമ്മൾ കുട്ടികളുടെ അച്ചടക്ക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ, കുട്ടികളുടെ ലഹരിയെ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന സ്വതന്ത്രവാദം എവിടെ നിന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ
നമ്മുടെ പാഠ്യപദ്ധതി സംവിധാനങ്ങൾ കൂടി അതിൻ്റെ ഒരു മാർഗമാകുന്നു എന്നത് ഗൗരവത്തോടു കൂടി അധ്യാപക സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഇതൊരു എക്സാജറേഷൻ അല്ല എന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു നേർക്കാഴ്ചയാണ്. നമ്മൾ കയറി ചെല്ലുന്ന ക്ലാസ് റൂമുകൾ മുതൽ ഇതൊരു നേർക്കാഴ്ചയായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനപ്പുറത്ത് ചില കാഴ്ചകൾ കൂടിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പെരിന്തൽമണ്ണയുടെ തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിയിൽ പോലും കഴിഞ്ഞ വർഷത്തിലടക്കം പ്രൈഡ് മാർച്ചുകൾ നടന്നു. ആ പ്രൈഡ് മാർച്ചുകളിൽ ഇത്തരത്തിലുള്ള സകല തോന്നിവാസങ്ങളെയും പരസ്യമായി റോഡിലൂടെ നടന്ന് കാണിക്കുകയും അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുകയും ചെയ്ത ആളുകളെ പോലും യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ഒരു അധ്യാപക കമ്മ്യൂണിറ്റിയോട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, നമ്മൾ ബോധപൂർവം ഇടപെട്ടേ മതിയാകൂ. ഇവിടെ പ്രതിരോധം തന്നെയാണ് പരിഹാരം എന്ന് നമുക്ക് ഈ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൽ പറഞ്ഞു വെക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അധ്യാപകർ ഇതിൻ്റെ ഒരു ഉപരിപ്ലവമായ ചില ഒരു കാരണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താനുള്ള കാരണങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത് യഥാർത്ഥത്തിൽ നിയോ ലിബറലിസ്റ്റ് ഫാഷിസമാണിത്. എങ്ങനെയാണ് ഇത് ഫാഷിസമാകുന്നത്? പാഠ്യപദ്ധതിയിൽ ജനകീയ ചർച്ച വിളിച്ചു ചേർത്ത് കേരളത്തിലുടനീളം ഈ ചർച്ച നടത്തിക്കൊണ്ട് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു പരിഗണനയുമില്ലാതെ അത് വീണ്ടും കൂട്ടിച്ചേർക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഫാഷിസമാണ്. ആ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ അധ്യാപക കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ആശയം ഇവിടെ പറഞ്ഞപ്പോൾ നമ്മളുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് വന്നു, NSSൻ്റെ ക്യാമ്പുകളിലേക്ക് വന്നു. ഈ ആശയം ഉടലെടുത്തൊരു സ്ഥലമുണ്ട്. അതേടാ, അത് ഇവിടെയുള്ള വെസ്റ്റേൺ വേൾഡാണ്. ഈ വെസ്റ്റിൽ, പാശ്ചാത്യ ലോകത്താണ് ഇത്തരത്തിലുള്ള LGBTQ ആശയങ്ങൾ ആദ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർ ഈ ആശയങ്ങൾ എത്രയോ മുമ്പേ പറഞ്ഞു. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ ആശയങ്ങൾ കൊണ്ടുവന്ന് ഒടുവിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി അവർ തിരിച്ചു നടക്കാൻ, അവർ ഈ ആശയങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ. പക്ഷേ അവർ ഛർദ്ദിച്ച കാര്യം നമ്മളിപ്പോൾ എടുത്തിട്ട് വീണ്ടും വിഴുങ്ങാൻ. ഇത് ഞാൻ പറയുന്നത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. കാലിഫോർണിയയിലുള്ള ഒരു കണക്ക്, ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെയുള്ള കാലിഫോർണിയയിലെ 27% ടീനേജ് കുട്ടികൾ, അഡോളസെൻസ് ആയിട്ടുള്ള ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്നാണ്. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് 27% ആളുകൾ, 10 കുട്ടികളെടുത്താൽ 2-3 കുട്ടികൾക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഈ നിലയിലേക്ക് ഒരു സമൂഹം മാറി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ നേരത്തെ ഇവിടെ വിശദീകരിച്ച പോലെ തന്നെയുള്ള ഫെമിനിസം പോലെയുള്ള, മെനിനിസം പോലെയുള്ള മറ്റു പല ആശയങ്ങളും അടിച്ചു കയറ്റിയിട്ട് അവിടെയുള്ള കുടുംബ സംവിധാനം തകർത്ത്, ആ കുടുംബ സംവിധാനം എന്ന് പറയുന്നൊരു സുരക്ഷ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ലിബറലിസത്തിന് സുഖമാണ്, ഓരോരുത്തരെയും ഇങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ കഴിയും. അപ്പോൾ ആ നിലക്കേക്ക് ആ സമൂഹം മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പാരൻസ് മാർച്ച് നടത്താൻ, തെരുവിൽ മാർച്ച് നടത്താണ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഞങ്ങളെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്ന് പറയാൻ. അപ്പോൾ ആ നിലയിലേക്ക് യൂറോപ്പ് മാറി എന്നുള്ളതാണ്. പക്ഷേ ആ യൂറോപ്പിൻ്റെ അതേ ആശയം ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ട് പ്രയോഗിക്കുകയാണ്. മാത്രമല്ല, ഇതേപോലെയുള്ള തിരിച്ചു നടത്തങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മളുടെ തന്നെ അധികാരികളായിട്ടുള്ള ആളുകൾ അവർ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഫിൻലാൻഡ് പോലെയുള്ള രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഫിന്നിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മാതൃകാപരമായിട്ടുള്ള ഐഡിയലായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അത് പഠിക്കണം, അത് നമ്മുടെ നാട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കാൻ ഇവിടുന്ന് ചില ദൗത്യ സംഘങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് പോലെയുള്ള രാഷ്ട്രങ്ങൾ, നോർഡിക് കൺട്രീസ് എന്നാണ് നമ്മൾ പറയാം, പാശ്ചാത്യ ലോകത്തെ യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള കൺട്രീസാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ അവിടെ വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, ഏറ്റവും നല്ലതാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനങ്ങൾ എന്നാണ് പറയാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുമ്പിലുള്ളത് അവരാണെന്നാണ് പറയാം. പക്ഷേ അതേ രാജ്യങ്ങളിൽ തന്നെ നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതേ രാജ്യങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യണോ ചെയ്യുക? ഒരിക്കലുമല്ലല്ലോ. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും സന്തോഷമുള്ള രാഷ്ട്രങ്ങളിൽ തന്നെയാണ് ആത്മഹത്യാ കണക്കുകളിൽ ഏറ്റവും മുമ്പിൽ അവർ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഡിപ്രഷൻ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഏറ്റവും മുമ്പിലുള്ളത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമോ അവിടെയുള്ള റോഡ് ഫെസിലിറ്റിയോ അവിടേക്ക് യുദ്ധങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതോ ഇത് മാത്രം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല സന്തോഷം എന്നുള്ളത്. അത് മാനസികമായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്ന, ആത്മീയമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതവർ തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. യെസ്, ഒരുപാട് പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശയങ്ങൾ കടന്നുപോയ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതിലൊന്നാണ് IPV പറയാറുണ്ടായി, ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. ഈ സ്വീഡനും ന്യൂസിലാൻഡും ഫിൻലാൻഡും ഇവിടെയൊക്കെയാണ് ഏറ്റവും അധികം അടുത്ത, അതായത് ഭർത്താവിനാൽ അല്ലെങ്കിൽ പുരുഷന്മാരാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, അതിൻ്റെ സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിൻ്റെ റേറ്റ് കൂടുതൽ. നിങ്ങൾ IPV ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ, ഇൻറ്റിമേറ്റ് പാർട്ണർ വയലൻസ്. ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും പറഞ്ഞ് അതൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷേ മറിച്ചാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായത്. ഈ ഗേ പോലെയുള്ള, ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് കുരങ്ങുപനി വന്നു, അപ്പോഴാണ് WHO പറഞ്ഞത് ഗേ സെക്സിൽ ഏർപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം, അവർക്കാണ് കൂടുതൽ ഇത് വരുന്നത്. സിഫിലിസും ഗൊണേറിയയും എയ്ഡ്സും ഒക്കെ എടുത്തു നോക്കിയാൽ കേരളത്തിൽ കഴിഞ്ഞ 2023 ജൂലൈയിൽ റിപ്പോർട്ട് വന്നിരുന്നു, ഇവിടെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന്. ഇവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, പുരുഷ സ്വവർഗരതിക്കാരിലാണത് കൂടുതൽ. നമ്മൾ മുടി വെട്ടിയിടത്തും തുടങ്ങിയതാണ്, ക്ലാസ് മുറിയിലെ അച്ചടക്ക പ്രശ്നങ്ങളിൽ നിന്നും തുടങ്ങിയതാണ്. ഇതൊക്കെ പരസ്പരം ബന്ധിതമാണ്. ഇതൊരു ഐഡിയോളജി, ഇതൊരാശയമാണ്, ഇതൊരു ആക്ടിവിസമാണ്. ഇതിനൊരിക്കലും നിലനിൽപ്പില്ല. ആണ് ഇവിടെ നേരത്തെ ഹിലാൽ സൂചിപ്പിച്ചത്. യൂറോപ്യന്മാർ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ അവർ യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ലോകത്ത് മതമൂല്യങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും അതൊക്കെ മാറ്റിമറിച്ച് നടപ്പിലാക്കിയ ഒരു സംഗതിയായിരുന്നു ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്നത്. കുടുംബാസൂത്രണം ഇന്ന് ചൈനയെ മറികടന്ന് ഇന്ത്യ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തെത്തി. ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവിടെ യുവാക്കളില്ല എന്നതാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു കുടുംബത്തിനൊരു കുട്ടി മതി എന്നത് 2015 ചൈന തിരുത്തി. ഒരു കുടുംബത്തിന് 2 കുട്ടി വേണമെന്ന് പറഞ്ഞു. 2021 വീണ്ടും തിരുത്തി, ഒരു കുടുംബത്തിന് 3 കുട്ടി വേണമെന്ന് പറഞ്ഞു. അല്ലേ? എവിടെ എത്തിപ്പോ? കുടുംബാസൂത്രണം പറഞ്ഞ് ജനസംഖ്യാ ദിനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സംഗതിയാ. ജനസംഖ്യ ഭരിക്കുക ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ അക്കിയ എന്നൊരു വാക്ക് കിട്ടണോ? ഞാൻ പലപ്പോഴും പറയാനുള്ള സ്ഥലം അക്കിയ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ജപ്പാനിലെ ആളൊഴിഞ്ഞ വീടുകൾക്ക് പറയുന്ന പേരാ. 90 ലക്ഷം ആളൊഴിഞ്ഞ വീടുകൾ ജപ്പാനിലുണ്ട് എന്നാണ് പറഞ്ഞത്. 90 ലക്ഷം വീടുകൾ. ഡെമോഗ്രാഫിക് ഇഷ്യൂ ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളായി ജപ്പാനും ചൈനയും പല രാജ്യങ്ങളും മാറി. ഇവർ തിരിഞ്ഞു നടന്നു തുടങ്ങി. ഇപ്പൊ ചൈന അവസാനം പറഞ്ഞത്, ചൈനീസ് പ്രസിഡന്റ് പറയുന്ന ഒരു വാചകമുണ്ട്, ചൈന വാണ്ട്സ് വുമൻ ടു സ്റ്റേ ഹോം ആൻഡ് ബിയർ ചിൽഡ്രൻ. ഇനി സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് പ്രസവിച്ച് കുട്ടികളെ നോക്കട്ടെ എന്ന് ചൈനീസ് പ്രസിഡന്റ് സ്ത്രീകളോട് പറയേണ്ട ഒരവസ്ഥയെത്തി. എന്നാലും ചൈന മാറില്ല. ഇതിന് വേറെ കാരണങ്ങളുണ്ട്, അത് വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ നോക്കി, റഷ്യ പറയുന്ന ഒരു വാചകമുണ്ട്, റഷ്യ ആഡ്സ് LGBT മൂവ്മെന്റ് ടു ലിസ്റ്റ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. നമ്മളിവിടെ LGBT ഭയങ്കര സംഭവമാണ് പ്രൈഡ് മാർച്ചും നടത്തുക. റഷ്യ പറഞ്ഞ എന്താ? അതൊരു ടെററിസ്റ്റ് മൂവ്മെന്റ് ആണ്, ഭീകരവാദമാണ്. LGBT ആക്ടിവിസം തീവ്രവാദമാണ് എന്നാ പറഞ്ഞു. ഇപ്പൊ നമ്മളത് നേരത്തെ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ അവരൊഴിവാക്കിയത് നമ്മൾ ആവേശത്തോടെ അതിനെ ഏറ്റെടുക്കുന്ന അങ്ങേയറ്റം അബദ്ധജടിലമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രവുമല്ല, നിങ്ങൾ നോക്കി, ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞത് സ്ത്രീകൾ പഠിക്കണം, അവർ വിദ്യാഭ്യാസം നേടണം, അവർ കഴിയുമെങ്കിൽ ജോലിക്ക് പോകട്ടെ, അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ ഇവിടെ ഫെമിനിസം കൊണ്ടുവന്ന സ്ത്രീക്ക് ഇവിടുത്തെ സാമൂഹ്യ ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നരേഷനുകൾ കൊണ്ടുവന്ന് സ്ത്രീകളെ വേറൊരു ലെവലിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ യൂറോപ്യൻ നാടുകളിൽ ട്രാഡ് വൈഫ് കൾച്ചർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്, ഞങ്ങൾക്ക് ട്രാഡീഷണൽ സ്ത്രീകളായാൽ മതി, ഞങ്ങൾ വീടുകളിൽ കഴിഞ്ഞുകൊള്ളാം. അപ്പോ ലോകം യൂട്ടേൺ എടുക്കുമ്പോ അത് മനസ്സിലാകാതെ ഈ അബദ്ധമായിട്ടുള്ള, വളരെ എന്താ പറയാ, സമൂഹത്തിന് മാനവരാശിക്ക് അങ്ങേയറ്റത്തെ ദോഷം ചെയ്യുന്ന ഈ ലിബറൽ ആശയങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു വലിയ കാരണം. തീർച്ചയായും ഇവിടെ ഒരു സിറ്റുവേഷൻ വരാനുണ്ട്. അത് നോ യൂ ടേൺ എന്നൊരു അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇനി പറയും, ഇനി നിങ്ങൾക്ക് യൂ ടേൺ ഇല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി നമ്മുടെ മുമ്പിൽ സംജാതമാവും എന്നതിൽ നമ്മൾ ഭയക്കണം. അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മതവേദികളിലാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് 6ാം നൂറ്റാണ്ടിലേക്കും ഇത് പ്രാകൃത മതത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്ന ആളുകൾ തിരിച്ചറിയാത്തൊരു പാഠം അനുഭവങ്ങളിലൂടെ, ചരിത്ര പാഠങ്ങളിലൂടെ, ദൈവികമായ വിശ്വാസത്തിലൂടെ ഇത് തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ മാനവികമായ പരിഹാരങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇതിന് പൂർണ്ണമായൊരു പരിഹാരം കാണാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഷയം, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ കുട്ടികൾക്കാണ് പ്രശ്നമെന്നാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ്.
യഥാർത്ഥത്തിൽ ആ ജനറേഷന് ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ വീണ്ടും 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 എഴുതി വെക്കേണ്ടതാണ്. ആ ജനറേഷൻ അല്ല പ്രശ്നം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം മുഴുവൻ അവർക്ക് ചുറ്റുമുള്ള ചുറ്റുപാടിലാണ്. അതുകൊണ്ട് ആ ചുറ്റുപാടിനെ ഏറ്റവും ഭംഗിയായി കൊണ്ടു നടക്കാൻ സാധിക്കുന്ന അധ്യാപകർ എന്ന നിലയ്ക്ക് ആ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ നമുക്ക് ഉണ്ടാവണം എന്നാണ് നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു വിഷയം, പലപ്പോഴും നമ്മൾ മൊറാലിറ്റി, സദാചാരം, ഡീസൻസി, ധാർമ്മികത എന്നെല്ലാം പറയുമ്പോൾ ഇതൊക്കെ ഒരു മതത്തിൻ്റെ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെയും ചില തിരുത്തുകളുണ്ട്. നമുക്ക് ഇവിടെ ഒരു സോഷ്യൽ നോമുണ്ട്, ഇവിടെ ഒരു സാമൂഹിക ക്രമമുണ്ട്. ആ സാമൂഹിക ക്രമത്തെയാണ് ഇവിടെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. ആ സാമൂഹിക ക്രമം തെറ്റിയാലുള്ള അപകടമാണ് ഇവിടെ തൊട്ടു മുൻപ് സൂചിപ്പിച്ചത്. ആ ക്രമത്തിൻ്റെ ആകത്തുകയായി അടുത്തൊരു സംഭവം ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ വേഴ്സ്റ്റ് പോസിബിലിറ്റി എന്നതിന് പറയും. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? സംഭവിക്കാനുള്ളത് വിദ്യാർത്ഥികളില്ലാത്ത അധ്യാപകരാവേണ്ടി വരും. വിദ്യാർത്ഥികളില്ലാത്ത അധ്യാപകരാവേണ്ടി വരും. നമ്മളെ കേൾക്കാൻ കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ഒരു ബോധപൂർവമായ ഇടപെടലുകൾ ഇത്തരം വിഷയത്തിലെല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് ഇടപെടണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അധ്യാപകർ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ് കൂടി സൂചിപ്പിക്കാൻ, ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ആക്ടിവിസത്തിൽ നമ്മൾ വീണു പോകരുത്. ശാസ്ത്രവും സയൻസും സ്യൂഡോ സയൻസും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇവിടെയുള്ള ലിബറൽ വാദികൾ മുന്നോട്ട് വെക്കുന്നതൊന്നും ശാസ്ത്രത്തിൻ്റെ അടിത്തറ ഉള്ളതല്ല. മാത്രവുമല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളെ ഇവർ തടയുന്നു. ഒരുപാട് പരാതികളുണ്ട്. ഞങ്ങൾ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഒരു ട്രാൻസ്ജെൻഡറിന് കൺവേർഷൻ തെറാപ്പി കൊടുത്തു പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി കേരളത്തിൽ. അഥവാ ശാസ്ത്രീയമായ ഒരു സംഗതിയും ചെയ്യാൻ അനുവദിക്കാതെ ഒരു ആക്ടിവിസത്തിലൂടെ അവരുദ്ദേശിക്കുന്ന ഒരു ചീഞ്ഞളിഞ്ഞ സംസ്കാരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ കുട്ടികൾ എന്ത് കാണുന്നു എന്നത് നമുക്ക് മനസ്സിലാവണം. കുട്ടികളുടെ ലോകം ഏതാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ആൽഫ ജനറേഷനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അവർ കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണിലേക്കും സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് ജനിച്ചു വീണതാണ്. നമുക്ക് തോടും പുഴയും വയലുകളും കാണുമ്പോൾ ഒരു നോൾസ്റ്റാൾജിയ ഉണ്ടാകും. അത് കുട്ടികൾക്കില്ല. ഒരു മനോഹരമായ താഴ്വരയെക്കുറിച്ചുള്ള കവിത കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീല് കുട്ടികൾക്ക് ഉണ്ടാവില്ല. അവർക്ക് ഗെയിമേ അറിയൂ, അവർക്ക് വീഡിയോസേ അറിയൂ, അവർക്ക് കാർട്ടൂണുകളെ അറിയൂ, അവർക്ക് മ്യൂസിക് ബാൻഡുകളെ അറിയൂ. കുട്ടികളുടെ ലോകം എന്താണെന്നറിയണം, അവരെന്ത് കാണുന്നു എന്നറിയണം. അതിനനുസരിച്ച് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളോട് നമ്മൾ നിരന്തരമായി സംവദിക്കണം. നമുക്കറിയാവുന്ന അത്ര പോലും നമ്മുടെ രക്ഷിതാക്കൾക്കറിയില്ല. അവരും ഒരുപക്ഷെ സിനിമ കാണുന്നവരാകും, അല്ലെങ്കിൽ മറ്റു പല തെറ്റായ മീഡിയകളെയും ഉപയോഗപ്പെടുത്തുന്നവരാകും. അത് സിനിമ ഹറാമാണെന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. ആ തെറ്റായ വഴികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന പ്രചാരണത്തിൽ, ക്യാമ്പയിനിൽ അവരും വീണുപോകും. അതുകൊണ്ട് രക്ഷിതാക്കളുമായി നിരന്തരമായി സംവദിക്കാനും ഇത്തരം കാര്യങ്ങളിലെ ധാരണകൾ തിരുത്താനും ഒരു അധ്യാപകന്റെ വാചകങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് മുന്നിൽ വലിയ സ്വാധീനമുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. കാഴ്ചക്കാരായി നമ്മൾ മാറി നിൽക്കരുത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറേ ആളുകൾ അങ്ങനെയാണ്, കുറേ ശ്രമിക്കും, കുറേ ഇടപെടും, അവസാനം നിസ്സഹായനായി മാറി നിൽക്കും. തെറ്റായ ശീലങ്ങൾ, തെറ്റായ സംസ്കാരം, ഒരു വലിയ തെറ്റായ ആശയം നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ മലിനമാക്കുമ്പോൾ നോക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ ഇടപെടണം. അത് എത്ര വലിയ പ്രതിസന്ധികളെ മുന്നോട്ട് നേരിടേണ്ടി വന്നാലും ആർജവത്തോടു കൂടി നമ്മുടെ മക്കളെ സുരക്ഷിതമായ ഒരു നല്ല വൈകാരിക ആരോഗ്യമുള്ള, മാനസികാരോഗ്യമുള്ള നല്ല മക്കളായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. മാതൃകകളാകണം നമ്മൾ. ഈ പറയുന്ന കുട്ടികൾ ആട്ടമാണ് ഇഷ്ടമെങ്കിൽ നമ്മളും DJ-യിൽ കൂടി കൊടുക്കുക. കുട്ടികൾക്ക് മറ്റു പലതുമാണ് ഇഷ്ടമെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ കൂടി കൊടുക്കുക. അതല്ല ഒരു അധ്യാപകൻ നിർവഹിക്കേണ്ട ദൗത്യം. നമ്മൾ നമ്മുടെ സ്റ്റാഫ് റൂമിൽ, നമ്മുടെ മറ്റു ഇടപെടലുകളിൽ, നമ്മുടെ സ്കൂൾ അങ്കണത്തിലെ പ്രവർത്തനങ്ങളിൽ, ക്ലാസ് റൂമിലെ അധ്യാപനത്തിലെല്ലാം ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് സംസാരിക്കുവാനും ഒരു മാതൃകയായി നിലകൊള്ളാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.